ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ത്രിലോകാസ്. അപ്പോൾ നമ്മുടെ BSc കെമിസ്ട്രിയുടെ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ 4th സെമസ്റ്റർ എക്സാം മെയ് 7 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അതിലെ ഫിസിക്കൽ കെമിസ്ട്രി 2 എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലെ ടോപ്പിക്സാണ് നമ്മൾ വരും വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി 2 എന്ന് പറഞ്ഞ പേപ്പറിൽ എത്ര മൊഡ്യൂളുകൾ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. 4 മൊഡ്യൂളുകളാണുള്ളത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് തെർമോ കെമിസ്ട്രി, ദാറ്റ്സ് എ ഫസ്റ്റ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂൾ സെക്കൻഡ് ആൻഡ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തേർഡ് മൊഡ്യൂൾ കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ സർഫസ് കെമിസ്ട്രി, അഡ്സോർപ്ഷൻ ആൻഡ് കറ്റാലിസിസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് തെർമോ കെമിസ്ട്രിയിൽ അതിനെ ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം എന്താണ് ശരിക്കും പറഞ്ഞാൽ തെർമോഡൈനാമിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഓൾ ടൈപ്സ് ഓഫ് എനർജി ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് അക്കോമ്പനൈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സ്. ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സുകൾ നടക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള എനർജി ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ തെർമോഡൈനാമിക്സ്. സോ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് ഉണ്ട്. അതാണ് സിസ്റ്റം, സറൗണ്ടിങ്, യൂണിവേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് സിസ്റ്റം എന്ന് നോക്കാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ സ്റ്റഡി. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആ സ്മോൾ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഗ്യാസ് ഒരു സിലിണ്ടറിൽ നിറച്ചു. ആ സിലിണ്ടർ നിറച്ചിരിക്കുന്ന ഗ്യാസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി സറൗണ്ടിങ് എന്ന് പറയുന്നത് എവറിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്. അതുപോലെ തന്നെ സിസ്റ്റവും സറൗണ്ടിങ്ങും ചേർന്നതിനെ നമുക്ക് യൂണിവേഴ്സ് എന്ന് വിളിക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് സിസ്റ്റത്തിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് എക്സ്ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ, മാറ്ററിൻ്റെയും അതുപോലെ തന്നെ എനർജിയുടെയും എക്സ്ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സിസ്റ്റത്തിനെ 3 തിരിക്കാം. അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റത്തെ 2 തിരിക്കാം. ഫസ്റ്റ് ഓപ്പൺ സിസ്റ്റം എന്താണെന്ന് നോക്കാം. അതായത് മാറ്ററിൻ്റെയും എനർജിയുടെയും എക്സ്ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സിസ്റ്റത്തിനെ 3 തിരിഞ്ഞിരിക്കാം. ഒന്നാമത്തതാണ് ഓപ്പൺ സിസ്റ്റം ആൻഡ് രണ്ടാമത്തത് ക്ലോസ് സിസ്റ്റം ആൻഡ് മൂന്നാമത്തത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് സംസാരിക്കാം. അതായത് നമ്മളൊരു ചൂട് ചായ പുറത്തെടുത്ത് വെക്കുകയാണ്. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ചൂട് ചായയിൽ വാട്ടർ വേപ്പേഴ്സ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും, അതുപോലെ തന്നെ ഹീറ്റും പുറത്തേക്ക് പോകും. അവിടെ എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. സോ അത്തരം സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം. അതുപോലെ തന്നെ നമ്മൾ ഈ ചൂട് ചായനെ ജസ്റ്റ് ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ അവിടെ വാട്ടർ വേപ്പേഴ്സ് അറ്റ്മോസ്ഫിയറിലേക്ക് പോവില്ല, നമ്മുടെ എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. സോ അതായത് എനർജി മാത്രം എക്സ്ചേഞ്ച് ചെയ്യുന്ന അത്തരം സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ആ ചൂട് ചായ ഒരു തെർമോ ഫ്ലാസ്കിൽ ഒഴുക്കി വെക്കുകയാണെങ്കിൽ അവിടെ മാറ്ററും എനർജിയും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. അത്തരം മാറ്ററിനും നോ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ആൻഡ് എനർജി ആണെങ്കിൽ ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി നമുക്ക് സൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സിസ്റ്റത്തിനെ എങ്ങനെ തരംതിരിക്കാമെന്ന് നോക്കാം. മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്നും മൈക്രോസ്കോപ്പിക് സിസ്റ്റം എന്നും. ആ പേര് തന്നെയുണ്ട്. മാക്രോ എന്ന് പറഞ്ഞാൽ വലുത്, അതായത് ബൾക്കായിട്ടുള്ള, നമ്മളൊരു സിലിണ്ടറിൽ ഒരു ഗ്യാസ് നിറയ്ക്കുകയാണെങ്കിൽ അതൊരു മാക്രോസ്കോപ്പിക് സിസ്റ്റമാണ്. സോ ഒരു സ്റ്റഡീഡ് ബൾക്ക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്ന അത്തരം സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. ഇനി മൈക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന സിമ്പിൾ വളരെ സ്മോൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ, അതിപ്പോൾ നമ്മളൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിനെ ഒരു സിസ്റ്റമായിട്ട് കാണാം. സോ അതെന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് സിസ്റ്റമാണ്. ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം. എന്താണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് പ്രഷർ ആവാം, വോളിയം ആവാം, ഇൻറ്റേർണൽ എനർജി ആവാം, എൻതാൽപ്പി ആവാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അതൊക്കെയാണ് അതിൻ്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിനെ നമുക്ക് 2 തിരിക്കാം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ നമ്മുടെ മാസ്, വോളിയം, എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇവയൊക്കെ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. അവയെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. ഇനി
എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ഉണ്ട്. അവയാണ് നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ടെമ്പറേച്ചർ, പ്രഷർ, വിസ്കോസിറ്റി, ഡെൻസിറ്റി ഇവയൊക്കെ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസാണ്. സോ അവയെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. ഇനി ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് നമ്മുടെ തെർമോഡൈനാമിക്സിലുണ്ട്. അവയെ രണ്ടായിട്ട് തിരിക്കാം, സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്നും പാത്ത് ഫങ്ഷൻസ് എന്നും. എന്താണ് സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് നോക്കാം. സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഫങ്ഷൻ. ഇൻറ്റേർണൽ എനർജി, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇവയൊക്കെ സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ്. ഇനി പാത്ത് ഫങ്ഷൻസ് എന്ന് പറയുന്നത് പാത്ത് ഫോളോ ചെയ്തതിനെ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് പാത്ത് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ കാണാം. സോ പാത്ത് ഫങ്ഷൻസിന് എക്സാമ്പിൾ ഹീറ്റ് ആൻഡ് വർക്കാണ്. ഹീറ്റും വർക്കുമാണ് പാത്ത് ഫങ്ഷൻസിന് എക്സാമ്പിൾ. അപ്പോൾ ഓർത്തു വെക്കുക, ഹീറ്റും വർക്കും മാത്രമാണ് പാത്ത് ഫങ്ഷൻ, ബാക്കിയെല്ലാം സ്റ്റേറ്റ് ഫങ്ഷൻ. ഇനി നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ്സിലേക്ക് കിടക്കാം. സോ എന്താണ് തെർമോഡൈനാമിക് പ്രോസസ്സ്? Whenever the state of a system changes, it is said to have undergone a process. നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറുകയാണെങ്കിൽ ആ സിസ്റ്റം പ്രോസസ്സിൽ ഏർപ്പെട്ടു എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് സിസ്റ്റം ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഈസ് കോൾഡ് തെർമോഡൈനാമിക് പ്രോസസ്സസ്. പലതരത്തിലുള്ള തെർമോഡൈനാമിക് പ്രോസസ്സസ് ഉണ്ട്. ഫസ്റ്റ് ഐസോതെർമൽ പ്രോസസ്സ്. ഈ ഐസോതെർമൽ പ്രോസസ്സിൽ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ അത്തരം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്സ്. ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. സോ അത്തരം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്സ്. ഇനി അടുത്തതാണ് ഐസോകോറിക് പ്രോസസ്സ്. ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്, വോളിയം മാറുന്നില്ല. അത്തരം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്സ്. ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല, നോ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. സച്ച് ടൈപ്പ് ഓഫ് പ്രോസസ്സസ് ഈസ് കോൾഡ് അഡിയബാറ്റിക് പ്രോസസ്സസ്. ഇനി നമുക്ക് പ്രോസസ്സുകൾ രണ്ട് തരത്തിലുണ്ട്, റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും ഉണ്ട്. ഇപ്പം ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈവിംഗ് ഫോഴ്സിൻ്റെയും ഓപ്പോസിങ് ഫോഴ്സിൻ്റെയും സഹായം തേടേണ്ടി വരും. നമുക്കറിയാം, നമ്മളൊരു കല്ല് മുകളിൽ നിന്ന് എടുത്തിട്ട് താഴേക്ക് എറിയുകയാണെങ്കിൽ അവിടെ കല്ല് താഴത്തേക്ക് പതിക്കാനുള്ളൊരു കാരണമുണ്ട്. ആ കാരണം നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ എയറിന് ഫ്രിക്ഷൻ ഉണ്ട്, അത് നമ്മുടെ ആ കല്ലിൻ്റെ ഫ്ലോനെ, താഴത്തേക്കുള്ള ഫ്ലോനെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ലെങ്കിലും ആ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് ഓപ്പോസിങ് ഫോഴ്സ്. അപ്പം ഡ്രൈവിംഗ് ഫോഴ്സും ഉണ്ട്, ഓപ്പോസിങ് ഫോഴ്സും ഉണ്ട്. അപ്പം ഈ ഡ്രൈവിംഗ് ഫോഴ്സിൻ്റെയും ഓപ്പോസിങ് ഫോഴ്സിൻ്റെയും വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ്സുകളെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും തരംതിരിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ഫസ്റ്റ് നോക്കാം. ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓപ്പോസിങ് ഫോഴ്സ്. അതായത് ഡ്രൈവിംഗ് ഫോഴ്സ് ഓപ്പോസിങ് ഫോഴ്സിനേക്കാളും കുറച്ച് കൂടുതലാണെങ്കിൽ അത്തരം പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മൾ വരും മൊഡ്യൂളുകളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാം. അപ്പം ഡ്രൈവിംഗ് ഫോഴ്സ് ഓപ്പോസിങ് ഫോഴ്സിനേക്കാട്ട് കുറച്ച് കൂടുതലാണെങ്കിൽ അതാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. അവിടെ സ്ലോ ആയിട്ടാണ് നമ്മൾ നടക്കുക. സോ അതിനെ കുറിച്ച് എക്സാമ്പിൾ നമുക്ക് വരും വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നോക്കാം. നമ്മൾ നേരത്തെ ഒരു കല്ലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതായത് നമ്മളൊരു കല്ല് താഴത്തേക്ക് എറിയുമ്പോൾ അത് ഭൂമിയിലേക്ക് പതിക്കും. ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, ഓപ്പോസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിക്ഷനാണ്. ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിങ് ഫോഴ്സായിട്ടുള്ള ഫ്രിക്ഷനേക്കാൾ, എയറിൻ്റെ ഫ്രിക്ഷനേക്കാട്ടും വളരെ 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 കൂടുതലാണ്. സോ അത്തരം കേസിൽ ഈ സിസ്റ്റം പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോവില്ല. സോ അത്തരം പ്രോസസ്സുകളാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. നമ്മളൊരു കല്ല് താഴത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് കല്ല് താഴത്തേക്കല്ലേ പോവുള്ളൂ, ആ താഴെ വീണ കല്ല് മുകളിലേക്ക് പോകില്ലല്ലോ. അത്തരം പ്രോസസ്സാണ്. റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് മച്ച് 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 ഗ്രേറ്റർ ദാൻ ഓപ്പോസിങ് ഫോഴ്സ് ആണ്. റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ പഴയ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റും. സോ അതിനെക്കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്. പഴയ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റാത്ത പ്രോസസ്സാണ് ഇറിവേഴ്സിബിൾ. പഴയ സ്റ്റേറ്റിലേക്ക് പറ്റുന്ന
ഫോഴ്സുകളാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് ഓർത്ത് വെക്കുക. ബട്ട് അത് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് ഫോഴ്സിൻ്റെയും ഓപ്പോസിങ് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനിയും വരും വീഡിയോകളിൽ നമുക്ക് വളരെ ഡീപ്പായിട്ട് ഈ പ്രോസസ്സുകളെക്കുറിച്ച് പഠിക്കാം. താങ്ക് യു.